ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് നമ്മുടെ സാധാരണ കടലയുണ്ടല്ലോ, വെള്ളക്കടല വെച്ചുണ്ടാക്കാൻ പറ്റും നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡായിട്ടോ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളക്കടലയാട്ടോ എടുത്തേക്കുന്നത്. അതൊരു 6 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് കേട്ടോ. അതാണ്ട് ഒന്ന് കുതിർത്തെടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചാലും മതി. ഇത് ഞാൻ ഒരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നീട് ചേർത്താലും മതിയാവുകയെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല. വെള്ളം മാത്രം അത് മുങ്ങാനും പാകത്തിന് ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാവേ. ഈ വെള്ളക്കടല ആയതുകൊണ്ട് തന്നെ അധികം വേവില്ല. 3 വിസിലൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുവേ. പക്ഷെ നമ്മുടെ ബ്രൗൺ നിറത്തിലുള്ള കടലയാകുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനൊരു 3 വിസിൽ കഴിഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടേ നമുക്ക് നന്നായിട്ട് കടലയൊക്കെ ഒന്ന് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ആലോചിക്കുകയല്ലേ? ഇത് ഞാൻ വീഡിയോ എടുത്തപ്പം ഫോൺ വെച്ച് ആ ഒരു പൊസിഷൻ മാറിപ്പോയി കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് കടലയൊക്കെ ഒന്ന് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ബൗളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. കുട്ടി കഴിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ അധികം എരിവ് ചേർക്കുന്നില്ല. അതുകൊണ്ട് ഇതിനാകുമ്പോൾ എരിവില്ല, കളറ് മാത്രമേ ഉള്ളൂ. അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മൈദ ഉണ്ടെങ്കിൽ ചേർത്താലും മതിയാവും, അല്ലെങ്കിൽ അരിപ്പൊടിയും മൈദയും കൂടെ മിക്സ് ആക്കി ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കണം. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് ആ സ്പൂൺ വെച്ച് തന്നെ നമുക്ക് മിക്സ് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാണ്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അല്പം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി, ഒട്ടും തന്നെ വെള്ളം കൂടണ്ട കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെച്ചേക്കണേ. അപ്പോഴേക്കും കുറച്ച് നന്നായിട്ട് ആ മസാലയൊക്കെ കടലയിലോട്ടൊന്ന് പിടിക്കും. അപ്പോഴേ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി, ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇതുപോലെ ഞാനെല്ലാം ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ആക്കാൻ വെക്കാം. അപ്പോൾ അതാണ്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ സാധാരണ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ കടലയുടെ മിക്സൊക്കെ എടുത്ത് അങ്ങോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതാണ്ട് ഓയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ആ ഒരു കടലയൊക്കെ കുറച്ചായിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഭവം ഇട്ട് കൊടുത്ത് ഉടനെ അങ്ങ് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഈ കടലയ്ക്കകത്ത് നന്നായിട്ട് ഇതങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കില്ല ഈ മസാല, ചെറുതായിട്ടൊന്ന് മാറിയിരിക്കും. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതാണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ അതാണ്ട് അത്യാവശ്യം നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ എണ്ണയിൽ നിന്നങ്ങോട്ട് കോരി മറ്റൊരു ബൗളിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 2-3 ബാച്ചായിട്ടാട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ദാണ്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ചുമ്മാ എടുത്ത് തിന്നുമായിരുന്നു ഇത് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട അവന്. നല്ല ടേസ്റ്റിയാണ്. ഫൈനലി ഇതിലേക്ക് കുറച്ച് അതായത് ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ ഇതുണ്ടല്ലോ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ മാഗി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി.
നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.